ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്. ബിന്നി എവിക്റ്റ് ആയിരിക്കുകയാണ്. ബിന്നി എവിക്റ്റ് ആയ സമയത്ത് ലാലേട്ടൻ ഭയങ്കര വിഷമമായിട്ടുണ്ട്. ഭയങ്കര ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടാണ് ബിന്നിയെ വിട്ടിട്ടുള്ളത്. മൊത്തത്തില് ബിന്നിയോട് ഒരു സോഫ്റ്റ് കോർണർ ഉള്ള പോലെ ഫീലിംഗ് തോന്നി. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കവും നമ്മുടെ അനീഷിനെ വെച്ചിട്ട് തന്നെയാണ് അല്ലേ? അനീഷിന് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് പരിപാടികളുടെ ഒരു ആരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതില് ഈ ആദില ക്യാപ്റ്റനായ സമയത്ത് ഒരു പുതിയ തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു പുതിയ കാര്യം. അത് ആദ്യം രാവിലെ എണീക്കുന്നു, റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ ഒരാൾ നന്നാവുക എന്നുള്ളത് ഒരു മോശം കാര്യമല്ല എന്നുള്ളത് അല്ലേ? അത് നമ്മൾ വന്ന് റിവ്യൂ പറഞ്ഞപ്പോൾ പറയാനുള്ള കാര്യമായിരുന്നു. അതായത് റെസ്പോൺസിബിൾ ആവുമ്പോൾ അയാളെ റെസ്പോൺസിബിലിറ്റിക്ക് ഒത്ത് ഉയരുക എന്നുള്ളൊരു ഫാക്ടറാണ്. അത് അതിൽ കയറി ചൊറിഞ്ഞിട്ട് ഇപ്പൊ നിനക്ക് പറ്റുമോ, അതെ, അത് കറക്റ്റ് കൃത്യമായിട്ട് തന്നെ ലാലേട്ടനും എടുത്ത് ആ സംഗതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ശ്രദ്ധിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്മി അനീഷ് PR ആണ് വീട്ടിനകത്ത്. അനീഷിന് ഇനി പുറത്തൊരു PR-ന്റെ കാര്യമില്ല. ലക്ഷ്മിന്റെ വീട്ടിനകത്തിരുന്ന് അനീഷിന് PR ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് മനസ്സിലായി. ആ ജയിലാണ് ഈ ട്വിസ്റ്റ് കൊണ്ടുവന്നത്. ജയിലിനകത്ത് ലക്ഷ്മിക്ക് ഒരു കാര്യം മനസ്സിലായി. അനീഷിനോട് ഇങ്ങനെ ചാടി കളിക്കാതെ കുറച്ചിങ്ങനെ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട്, അനീഷ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ അങ്ങനെ കാണിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇയാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തോന്നിയത് കൊണ്ടായിരിക്കണം ലക്ഷ്മി ഒരു കൺട്രോൾ. ലക്ഷ്മി മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭീകരയാണ് എന്നുള്ളത് എന്താണെങ്കിലും എനിക്ക് ഈ സീസണിൽ മനസ്സിലായത്. മാനിപ്പുലേഷൻ ലക്ഷ്മിയെ കൊണ്ട് പറ്റും. അത് അനീഷിന്റെ അടുത്ത് കുറച്ചും കൂടി നടക്കും എന്നുള്ളത് എനിക്ക് തോന്നി എന്ന് ലക്ഷ്മിക്ക് ഒരു ഫീല് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ലക്ഷ്മി ആ എല്ലാരും നീച്ചുന്ന സമയത്ത് ഒട്ടത്തില്ല, അതല്ല ഇങ്ങനെ പറഞ്ഞു കൊടുത്ത മാനിപ്പുലേഷൻ. കാരണം അവൾക്ക് അവളുടെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കൂടുതലും പറയുമ്പോ സ്ട്രേറ്റ് ഫോർവേഡ് ആണെങ്കിലും ഇപ്പൊ ഒരു പ്ലെയറെ വെച്ച് കളിക്കാൻ, ഇന്നലത്തെ നമ്മൾ കണ്ടാണല്ലോ, ഒരു പ്ലെയറെ വെച്ച് കളിക്കാം. അത് ലക്ഷ്മി കൃത്യമായിട്ട് അല്ലെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോ ഈ അനീഷിന്റെ മേളിലാണ് അത് വെച്ചിട്ടുള്ളത് എന്നുള്ളതും ഈ ഒരു എപ്പിസോഡിന് വളരെ എവിഡന്റ് ആണ്. ബാക്കി വീട്ടിലുള്ളവർക്കൊക്കെ തോന്നുന്നത് ചിലപ്പോ ലക്ഷ്മി അനീഷിനെ PR ഏറ്റെടുത്തു എന്നുള്ളതായിരിക്കും. ബട്ട് അങ്ങനെയല്ല, വരും ദിവസങ്ങളിൽ നമുക്ക് അല്ലെ കണ്ടറിയാം എന്താണ്. അതായത് ഷാനവാസ് അനീഷിന്റെ മുകളിൽ പരീക്ഷിച്ച അതേ ഐറ്റം വേറൊരു രീതിക്ക് ലക്ഷ്മി പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ആദിലയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് എനിക്ക് എന്താ പറയുക, ആദിലയുടെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു. എനിക്ക് എവിടെയും ഇടപെടാത്ത പോലെ തോന്നി. ഒന്നിനുമില്ല, അങ്ങനെ കേട്ടു പോവാ, സ്വന്തം കാര്യം നോക്കി പോവാ, അത്ര എനിക്ക് തോന്നി. പട്ടാ ഗേൾസ് ഒരു ഗ്രൂപ്പ്, പട്ടാ ഗേൾസിന് ഒരു ഹിറ്റ്ലർ മാധവൻകുട്ടി, ആ ഒരു കോംബോ ഗ്യാങ് അങ്ങനെ പോയി. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവായിട്ട് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആദില ഒരു സ്പേസ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു മാർക്ക് ഉണ്ടാക്കി എന്നൊന്നും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാപ്റ്റൻസി ഒന്നും അതിൽ ചെയ്തിട്ടില്ല. ഓക്കെ, അവിടെ സാബു മോൻ വന്ന സമയത്ത് ആ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിലൊരു മാറ്റം, അല്ലാതെ അതും സ്വയം ചിന്തിച്ചു കൊണ്ടുവന്ന ഒരു ഐറ്റം ഒന്നും അല്ല. സാബു മോൻ പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് തന്നെയാണ് അത് അവിടെയും പ്രസന്റ് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണോ പ്രസന്റ് ചെയ്തത്, മാറ്റി പറഞ്ഞിട്ടൊന്നും. പിന്നെ കിച്ചൺ ക്യാപ്റ്റൻ ലക്ഷ്മീനാക്കിയത് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഈ എങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻസി കൈ കിട്ടിയ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ലക്ഷ്മി കിച്ചണിൽ കിടന്നാണ് മല മറയ്ക്കുന്നു. ലക്ഷ്മിക്ക് പണി കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അതായത് ലക്ഷ്മി എല്ലാവരും ബോസി ടൈപ്പ് ആണല്ലോ. അപ്പൊ എന്നാ ആ ബോസി ടൈപ്പ് ഒന്ന് നോക്കട്ടെ ക്യാപ്റ്റനായിട്ട് ഇവിടെ എന്ത് ചെയ്യും. അത് ലക്ഷ്മിക്ക് തന്നെ പണിയും കിട്ടി. ലാസ്റ്റ് കിച്ചണിൽ മറ്റേ തുറന്നു വെച്ച് പോയതുകൊണ്ട് അങ്ങനെ തന്നെ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥയും വന്നു. അപ്പൊ അത് ഭക്ഷണം ഉണ്ടാക്കുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ പോലും ആ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തന്നെ. അപ്പോൾ ഇതിൽ വേറെ കാര്യം, ഇന്ന് ആ ഷാനവാസ് ആ കഥ പറയുന്ന സംഗതി ഉണ്ടായ സമയത്ത് കഥ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് വീണ്ടും അക്ബറിന്റെ നേരെ ചൊറിച്ചില്. എന്തിനാ ഷാനവാസി സ്വയം മാനം കെടാൻ വേണ്ടിട്ട് അക്ബറിന്റെ നേരെ പോയി ചൊറിയണെന്ന് എനിക്ക് അറിയാത്തത്. ഇന്നലെ ഞാൻ വേറൊരു കമന്റ് ഉണ്ട്, ഇന്നലെ നമ്മുടെ വീഡിയോയുടെ ഇടയില് ഷാനവാസും മറ്റേ ആദിലി നൂറും കൂടി പ്ലാൻ ചെയ്ത് സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്ന് പറഞ്ഞില്ലേ, അക്ബറിനെയാണല്ലോ പറഞ്ഞത്. ലൈവില് പറഞ്ഞ അനീഷിന്റെ ആണ്. അല്ല, അവര് അനീഷിനെയും പറഞ്ഞിട്ടുണ്ട്, അക്ബറിനെയും വേണ്ട. അവര് കൺഫ്യൂസ്ഡ് ആയതാ. അവര് 2-3 പേർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്നുള്ളൊരു ഐറ്റം പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അത് ആർക്ക് എന്നുള്ളതിൽ അവരെ കൺഫ്യൂസ്ഡാ, എവിടെ വെച്ച് പറഞ്ഞതിൽ ആരാണ് കൺഫ്യൂഷൻ. ഇന്നിപ്പോ ഷാനവാസ് ആ കഥ പറയുന്ന ലാലേട്ടൻ കഥ പറഞ്ഞു തുടങ്ങിയ ആ ഒരു സാധനത്തിന്റെ മുകളില് കഥ പറഞ്ഞിങ്ങോട്ട് വന്ന് ഷാനവാസിന്റെ ഐറ്റം എത്തിയപ്പോഴത്തേക്ക് ഷാനവാസ് എന്ത് ചെയ്ത് നേരെ ആ മറ്റേ ഒപ്പം നിന്ന് മാറ്റി പറഞ്ഞ് ചതിയൻ സാധനത്തിലേക്ക് അക്ബറിന്റെ നേരെയുള്ള ഒരു ഐറ്റം, അതായത് ഇന്നലെ അക്ബറിന് ആ സാധനം പറഞ്ഞു കൊടുത്തേക്ക് എന്നെ എത്തിച്ചു. അത് ഈ അക്ബറിന് ഈ ഷാനവാസിന്റെ വിഷയം ഇതാണ്, അതായത് ഷാനവാസിന് റിവഞ്ചാണ്, ഗ്രഡ്ജാണ്, റിവഞ്ച് അല്ല ഗ്രഡ്ജ് ആദ്യം മുതലുള്ള സാധനം. ഷാനവാസിന് മനസ്സിലാവില്ലെന്ന് എനിക്ക് മനസ്സിലാവും. അക്ബറിന് അപ്പം മനസ്സിലാവും, പിന്നെ വീടിന്റെ പോലെ എനിക്ക് തോന്നുന്നത് അക്ബറിനൊക്കെ ശരിക്കും ഷാനവാസിന് ഒഴിവാക്കാനുള്ള സാധനമുള്ളൂ, കറക്റ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കാനുള്ള സാധനമുള്ളൂ. ഇന്ന് ലാസ്റ്റ് പറയുണ്ടായിരുന്നു ഷാനവാസ് സ്ക്രീൻ സ്പേസ് തന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ലോണം പറയാൻ പറ്റുന്ന സാധനമായിരുന്നു അക്ബറിനൊക്കെ, നല്ലോണം ഇതിനൊക്കെ നല്ലോണം കളിക്കാൻ പറ്റുന്ന സാധനമായിരുന്നു. അതിന് അനീഷിന്റെ മെഡിസിൻ കാർഡ്, അതായത് മരുന്നെടുത്ത് കൊടുക്കുന്ന ബാക്കി പരിപാടികളൊക്കെ അതിലെന്താണ് തോന്നുന്നത്? എനിക്ക് ഒരു മനഃപൂർവ്വം ചെയ്യാൻ തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം അതിപ്പോ നമുക്ക് ടി വിയിൽ കാണിക്കണമെന്നുണ്ടോ ഒന്നുമില്ലല്ലോ. എനിക്ക് മനഃപൂർവ്വം ചെയ്യണ പോലെ തോന്നിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അച്ഛനാ കൊടുത്തിട്ടുള്ള സാധനം 31 കൊല്ലമായിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞത് ആ ഒരു ഫീൽ വെച്ച് കൊടുക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. മരുന്ന് കഴിച്ചാൽ മാറിക്കോട്ടെ എന്നുള്ള ചിന്ത വെച്ചിട്ട്. പക്ഷെ എനിക്കങ്ങനെ എന്റെ പേഴ്സണലി അഭിപ്രായത്തിൽ എനിക്കത് മനഃപൂർവ്വം കാണിക്കാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പുറത്ത് അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. മെഡിസിൻ കാർഡ് വെച്ചിട്ട് അനീഷിനെ സൂപ്പർ ആക്കി കളിക്കുന്നത് PR-കൾ കളിക്കുന്നത് പുറത്ത് പോണത് കർഷകൻ കാർഡാണ്. ഈ കർഷകൻ കാർഡിനെ കുറിച്ച് മെഡിസിൻ കാർഡ് കളിക്കുന്നില്ല, പക്ഷെ പുറത്ത് കർഷകൻ കാർഡാണ് കളിക്കുന്നത്. കോമണർ കാർഡും കർഷകൻ കാർഡും ആണ് കളിക്കുന്നത്. അതിൽ തന്നെ ഇപ്പൊ ഇതിന്റെ ഒരു വളരെ ഭയങ്കരമായിട്ടുള്ള സിമിലാരിറ്റി തോന്നിയത് ഹിന്ദി ബിഗ് ബോസിലെ സീസൺ 10 വിന്നർ മൻവീർ. ഒരു സാധാരണക്കാരന് കോമണർ കണ്ടസ്റ്റന്റ് ആയിരുന്നു, മറ്റേ ഇതായിരുന്നു എന്താ പറയാ ഒരു കർഷകനായിരുന്നു, ഓക്കെ ഫാർമർ ആയിരുന്നു. മൻവീറിന്റെ ഒരു ലൈനാണ് എവിടെയോ അനീഷാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലെ ബിഗ് ബോസ് മാത്രമല്ല ഹിന്ദി അടക്കം എല്ലാ ബിഗ് ബോസുകളും കണ്ടിട്ടാണ് അനീഷ് ഇതിനകത്ത് കയറിയിട്ടുള്ളത്. അപ്പൊ ഈ കോമണർ കാർഡ് അടിക്കുന്നതും ഷാനവാസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സാധനം പിടിക്കുന്നതും ഈ ലൈക്ക് അനീഷ് അത്ര പൊട്ടനല്ല, അതൊരു ഫേക്ക് സാധനമാണെന്നുള്ള മനസ്സിലാക്കാനൊക്കെ അനീഷിന് പറ്റും. അവിടെ മൻവീറും ഇതുണ്ട് ഫ്രണ്ട്ഷിപ്പ് പിടിച്ചിരുന്നു. എനിക്കൊരു കാര്യം തോന്നുന്നു, അനീഷ് ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നത് അയാളുടെ മനസ്സിൽ സ്വയം തോന്നുന്ന കാര്യമാണത് മനഃപൂർവ്വം ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ സംശയം. കാരണം എന്താ വെച്ചാല് ഇവരുടെ എനിക്ക് തോന്നുകയാണ് ഇവരെ ഒന്നും ആൾക്കാരെ ഒന്നും വിചാരിക്കാത്ത സാധനങ്ങളാണ് പെട്ടെന്ന് അനീഷ് എന്ന് പറഞ്ഞിട്ട് അവരെ അന്ന് വീണ് ഞാൻ ഇങ്ങനെയൊക്കെ വിചാരിച്ചു എന്നുള്ള സാധനം അത് ഫുൾ അനീഷ് അങ്ങനെ പറയുന്നത്. അനീഷ് ഇട്ടുകൊടുക്കലാണ് പകുതി മുക്കാൽ പരിപാടി അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ആര്യം പറഞ്ഞ പോയിന്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് അവിടെ നമ്മളും വീഡിയോ പറയുന്നത് എവിക്ഷന്റെ സമയത്ത് നോമിനേഷൻ വെക്കാൻ വേണ്ടിയിട്ട് ജയിൽ നോമിനേഷന്റെ സമയത്ത് ജയിലിലിടാൻ നേരത്ത് ഒക്കെ അവിടെ വന്ന് കാരണം പറയൂല്ലോ നമ്മള്. കാരണം പറഞ്ഞു ഇവർ രണ്ടുപേരും എസ്പെഷ്യലി അനീഷ് കുറച്ച് കൂടുതലാണ്, അനീഷ് കഴിഞ്ഞാൽ പിന്നെ ഷാനവാസ്, ഈ രണ്ടെണ്ണവും ആ ഒരു എൻറ്റയർ പ്രോസസ് ആ എൻറ്റയർ പ്രൊസീജിയർ മൊത്തം ഇവരൊരു 1.5-2 മണിക്കൂർ തള്ളി തള്ളി ഇവർ പറഞ്ഞതിന് മുകളിൽ പറയും, ബാക്കിയുള്ളവർ പറയുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യും, ഒക്കെ ചെയ്യും അവര്. അത് പറഞ്ഞതിന് ആര്യനോട് കുറ്റാർക്ക് അനീഷ് എന്തിനു മനസ്സിലാവില്ല. എല്ലാവർക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും അതൊരു ഭയങ്കര ഒരു അരോചക ഐറ്റമാണ്. ഇവർക്ക് ഇത്ര അരോചകമാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ടീമിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക. അവരൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തീരേണ്ട എവിക്ഷൻ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നോമിനേഷൻസ് ഈ സംഗതിയൊക്കെ അരമണിക്കൂറിനാണ്. നമുക്ക് ചടക്കുന്നില്ലേ ഇതിങ്ങനെ ഷാനവാസ് വന്നാ ഡേ 1 മുതൽ ഓട്ടോറിറ്റി, അനീഷ് വന്നിരുന്ന വിക്ടം കാർഡ്, ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് ബാക്കിയുള്ളവന്റെ തല കിടുങ്ങാണേ. ഇവരാണെങ്കിൽ എന്നും ഇങ്ങനെയാണ്. ഇപ്പൊ ആ ലക്ഷ്മി ആ ട്രാക്ക് കയറി, ലക്ഷ്മി നിലത്തൊക്കെ ഇരുന്നുണ്ടോ ഇനി നാളെ അവിടെ കിടന്നിട്ട് പറയോ പറഞ്ഞുകൊണ്ട് വലിച്ചു നീട്ടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സൈഡിൽ കൂടി. ആ സാധനം ആര്യം പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് പറയേണ്ട ഒരു ഐറ്റം തന്നെയായിരുന്നു, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പട്ടാ ഗേൾസിന്റെ മൈക്ക് മാറ്റിയുള്ള സംസാരം അത് അടിപൊളി. കാരണം അത് ലക്ഷ്മി അടിപൊളി കേട്ടോ. ലക്ഷ്മി പറഞ്ഞത് ശരി, അതായത് റിസീവ് ചെയ്യാൻ ആളുണ്ടായിട്ടില്ല, മാറിപ്പോയാൽ മതി. ഇതല്ലല്ലോ അനുമോള് വന്ന് മൈക്ക് തട്ടിയിട്ടിട്ട് അനുമോള് മൈക്ക് തട്ടിട്ട് സംസാരിക്കുമ്പോ ഓപ്പോസിറ്റ് ഉള്ള ആളുകൾക്ക് നീച്ചു പോകാലോ. പക്ഷെ പട്ടാ ഗേൾസ് പോയില്ലല്ലോ. പട്ടാ
പട്ടാഗേൾസ് അവിടെ ഇരുന്ന് ഡ്രസ്സിംഗ് റൂമിൽ ഒന്ന് പോയി സംസാരിക്കണം. ഡ്രസ്സിംഗ് റൂമിൽ പോകുമ്പോഴും അവർക്ക് ലിവിംഗ് റൂമില് അവിടെ ഇന്ന് സംസാരിക്കണ്ടേ. ബ്രഹ്മാവിന്റെ മക്കളാണ് 3 നിലയിട്ട് പല സാഹചര്യത്തിലും ഞാൻ നോക്കുമ്പോ ബ്രഹ്മാവിന് 3 നിലയില്ലേ. പല സമയത്തും മറ്റേ ബിഗ് ബോസിൽ ബ്രഹ്മാവ് എഫക്റ്റ് ആണ്. കഴിഞ്ഞ ഞങ്ങൾക്ക് ബ്രഹ്മാവ് എഫക്റ്റ്. ഞാനും സിജുവും നന്ദനയും കൂടി ബ്രഹ്മാവ് എഫക്റ്റ് ആയിരുന്നു. ഇപ്രാവശ്യം ഇത് പട്ടാഗേൾസിനാണ് ബ്രഹ്മാവ് ചെയ്ത്. ഇങ്ങനെ ഈ സീസണിന്റെ കാര്യം നമ്മളെ ട്രോൾ ചെയ്താ ട്രോളാൻ വേണ്ടിട്ട് പോലും ഞങ്ങളെ ഈ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കരുത് പ്ലീസ്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അങ്ങനെ നീയൊക്കെ അനുഭവിക്കണം എന്നറിയില്ല. അതേപോലെയാണ് അനുഭവിക്കണം. നിങ്ങൾ ഇതൊക്കെ എങ്ങനെ സഹിച്ചു അത് ആലോചിച്ചോക്ക്. ഞാനൊക്കെ സൈസ് ഉണ്ടാവുന്നത്. അപ്പൊ ഇപ്പോഴും സഹിക്കുന്നില്ലേ? എന്ത് ഇതും പട്ടാഗേൾസ്. അത് പിന്നെ കുഴപ്പമില്ല. അത് എന്റെ ആരും ഇല്ലല്ലോ അവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ പട്ടാഗേൾസിന്റെ നെവിൻ കാണിച്ചത് പൊളിച്ചു തന്നെ കണ്ണുകൊണ്ട് കാണിച്ചതും നാവുകൊണ്ട് മറ്റേ നോമിനേഷൻ സമയത്ത് ഛർദിക്കാൻ അവൻ വൃത്തിയായിട്ടല്ല അവനെ പുറത്താക്കണം. മൊത്തത്തിൽ ആ ഒരു സാധനം തന്നെയാണ് അടിച്ചത്. നല്ല രസമുണ്ട്. മറ്റേത് കാണിക്കണ്ടായിരുന്നു. എന്താ പറയാ ഈ വീഡിയോ മറ്റേ മോഹൻലാല് കാണിക്കാൻ പോയപ്പോ അനുമോളോട് പറഞ്ഞില്ല, അനുമോള് കറക്റ്റ് അത് കാണിച്ചൊന്നും ചെയ്തില്ലേ. അതാണ് ഏറ്റവും രസം. മോഹൻലാല് അല്ല ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോ അനുമോള് ഭയങ്കര ഒരു മുഖത്തെ എക്സ്പ്രഷൻ. അനുമോള് ലാലേട്ടൻ വരുമ്പോ എങ്ങനെ അറിയോ? എന്തൊരു എന്നാ മനസ്സിൽ ഫുള്ള് പെട്ടു എന്നാണേനും പുറത്ത് കാണിക്കാനും പറ്റാത്ത രീതിയിൽ ആ രണ്ടിന്റെ ഇടയിൽ പെട്ടൊരു അവസ്ഥയാണ് മുഖത്ത് ഫുള്ള് കാണിക്കുക. നിർവികാരത പുതിയ പോലെ കേൾക്കാത്ത പോലെ. അത് ലാലേട്ടൻ ചോദിക്കുന്നത് അനുമോള് കേട്ടിട്ടേ ഇല്ലേ, അനുമോള് ചെയ്തിട്ടേ ഇല്ലേ എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നു. കാരണം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇങ്ങനെയല്ലേ ചെയ്യാ, ഞാൻ ഇങ്ങനെ ചെയ്യാ. ലാലേട്ടൻ നൂറയ്ക്ക് ഒരു കറക്റ്റ് ഡയറക്റ്റ് സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ കളിക്കുന്നില്ല കറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് എഫക്റ്റ് ആവുന്നു. നൂറ് രാത്രി വന്നിരുന്ന് കുറച്ചൊന്നും ഇങ്ങോട്ട് കയറാൻ നോക്കി. കാര്യമില്ല, നൂറിനെ കൊണ്ട് ആവും തോന്നുന്നു. നൂറിക്ക് ബുദ്ധിയില്ല. അതിലേക്കാണുള്ളത്. അതിലേക്കല്ല ബുദ്ധി, ഗെയിമർ ബുദ്ധിയിലെ ഉദ്ദേശം ഗെയിം എന്താ ഇല്ല ഉദ്ദേശിച്ചത്. ഗെയിമില് നൂറ് കളിക്കുന്നില്ല, അതിലാണല്ലേ കളിക്കണ്ടത്. അതിൽ വേറെ രസമുണ്ട്. ഈ സ്റ്റോറി പറയിപ്പിച്ചില്ല. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? സാബുമാനെ കൊണ്ട് സ്റ്റോറിയെ പറയിപ്പിച്ചില്ല. സാബുമാനെ സൈഡാക്കി. സാബുമാനെ ലാലേട്ടൻ വിളിച്ചതേ ഇല്ല. അവസാനം സാബു പറഞ്ഞ ഡയലോഗ് കേട്ടോ, ഞാൻ ഭയങ്കര സംഭവമാണ് പുറത്തത്. സാബു പിന്നെ വിക്ടേപ്പോ സാബുമാൻ പറയാം, ഞാൻ ഭയങ്കര സംഭവം കാര്യമായിട്ട് നടക്കണ്ട അവിടെ പുറത്ത്, ഞാൻ ഭയങ്കര സംഭവമായിട്ടുണ്ട് എനിക്കറിയാതെ. അതില് മറ്റൊരു പറഞ്ഞു ശരിയാ, നിന്റെ നല്ല പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടാ പുറത്തത്. അങ്ങനെ വേറൊരാഴ്ചയും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അക്ബർ സംസാരിക്കുന്നുണ്ട് ഷാനവാസിനെ പറ്റിയിട്ട്, അരിനുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഇന്ന് രാത്രിയിലത്തെ ലൈവിലുള്ള സാധനങ്ങളാണ്. പിന്നെ ചായ കുടിച്ചതിന് നെവിന്റെ സത്യം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെവിൻ കാണിക്കുന്നതും നെവിന്റെ സംസാരവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പട്ടാഗേൾസിനെ ഗ്യാങ് അടിച്ചു പിരിഞ്ഞ അടിച്ചു പിരിയൊന്നുമില്ല, ഭയങ്കര പാടമൊന്നുണ്ടല്ലേ. ആദില ഷാനവാസിനെ വിടും, അത് പറയുന്നുണ്ട് ഡിസ്കസ്. ബിന്നി പോയോണ്ട് എന്താ പറയാ വലിയൊരു എഫക്ട് ഒന്നും വീട്ടിൽ വരാനില്ല. കാരണം ബിന്നി ഒരു ടീമിന്റെ ഭാഗമായിരുന്നില്ല. തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ലാസ്റ്റ് ആരോടും വലിയ അറ്റാച്ച്മെന്റ് വെക്കാത്തോണ്ട് ബിന്നി പോയത് കൊണ്ട് വലിയൊരു മാറ്റം വീട്ടിൽ വരുന്നു. പക്ഷെ ബിന്നിന്റെ സ്റ്റേജിൽ നിന്ന് ബിന്നി പറഞ്ഞ ഡയലോഗ് ഭയങ്കര സങ്കടമായി. എനിക്കിനി പോകുമ്പോ അവരെ കാണാൻ വേണോ മോഹൻലാല പിന്നെ ഇങ്ങനെ ചോദിക്കുന്നില്ല ലാലേട്ടൻ. അപ്പൊ എനിക്ക് കാണണ്ട, കരഞ്ഞു പോണത് ഭയങ്കര സങ്കടമായി. നെവിനെ മിസ് ചെയ്തു പറഞ്ഞപ്പോ നെവിൻ കരഞ്ഞതും ഭയങ്കര ഇതായി പോയി. അതിന്റെ ഇടയിൽ അനുമോള അക്ബറിട്ടാണ് കൂട്ട്, മനസ്സിലായോ? അക്ബറിനെയാണ് ഈ പറഞ്ഞു മറ്റേ എന്താ പറയാ, അക്ബർ എല്ലാരെ കണ്ണിലും അവിടെ മറ്റേ ഇപ്പൊ ബിന്നിയും കൂടിയും പോയ സ്ഥിതിക്ക് അക്ബർ എല്ലാരെ കണ്ണിലും അൾട്രാ പ്രോമാക്സ്. എനിക്ക് തോന്നിയിട്ടില്ല അവിടെ നെവിൻ ആരോ പറഞ്ഞൊരു കാര്യം വളരെ പിൻ പോയിന്റ് കറക്റ്റ് സാധന. അതായത് നെവിനാ പറഞ്ഞ ഒരാളൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതോ അയാൾ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യുന്നതോ പ്രഡിക്റ്റ് ചെയ്യുന്നതോ അതെങ്ങനെ കുത്തിത്തിരിപ്പാവും? അത് കുത്തിത്തിരിപ്പല്ലല്ലോ. ലാലേട്ടനും പറഞ്ഞല്ലോ ഞാൻ അക്ബർ കുത്തിത്തിരിപ്പാന്ന് ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ സത്യം പറയാം, ഞാൻ ഇതുവരെ കണ്ട എപ്പിസോഡിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഈ 2 വീക്കെൻഡ് എപ്പിസോഡില് അക്ബറിന് നല്ല വൈറ്റ് വാഷ് കിട്ടി. അത് ഭയങ്കര എവിഡന്റ് ആണ്.
അത് ഭയങ്കര ക്ലിയർ പക്ഷെ അത് നല്ല ജെന്യൂൻ ആയിട്ട് തന്നെ കേട്ടോ. ആയിട്ട് ജെന്യൂൻ സാധനമാണ്, അല്ലാതെ വെറുതെ ചെയ്യാത്ത എനിക്ക് തോന്നിയത് അക്ബർ ശരിക്കും ഒരു ജെന്യൂൻ ക്യാരക്ടർ ആയതുകൊണ്ടാണ്. ഈ അക്ബർ PR അല്ല, അക്ബർ PR ആയതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ആര്യനെ പറയണ്ടല്ലോ, ആര്യൻ നന്നായി ചെയ്യുന്നുണ്ട്, നെവിൻ നല്ലോണം ചെയ്യുന്നുണ്ട്, അനുമോള് ഇന്നിപ്പോ എന്താ ഞാൻ പറഞ്ഞത്, അനുമോളിന് എല്ലാരും പോകുമ്പോഴും സങ്കടം വരുന്നുണ്ട്. ആ സങ്കട കരച്ചിൽ എപ്പോഴും ഉണ്ട്. അത് ജെന്യൂൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ള സംഭവം ബാക്കിയുള്ള ഇപ്പൊക്കെ അനുമോളുടെ അടി ഭയങ്കര ഇഷ്ടം കേട്ടോ. അനുമോളുണ്ട് നീ മോടെ പറഞ്ഞ് എനിക്ക് അറപ്പാവോട് പറഞ്ഞിങ്ങനെ പറയണ കേട്ടിട്ടില്ലേ? മോശമാണ് അറപ്പാണ് പറയണത്. അത് ഭയങ്കര അങ്ങനെ ശപിച്ച രീതിയിൽ പല്ല് വെച്ച് പറയില്ലേ, അങ്ങനെ സംസാരിക്കാം. അത് ഈ അനുമോളുടെ ഇങ്ങനത്തെ ശാപം അല്ലെങ്കിൽ ഇങ്ങനത്തെ കൗണ്ടർ തിരിച്ചു പറയുന്നൊക്കെ വളരെ അരോചകമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിൽ നമുക്ക് വെറുത്തു പോണത് ആരെ? അനുമോളെയാണ്. അതായത് ഒരു ഒരു എന്താ പറയാ ലോ ലെവൽ സാധനം. ഷാനവാസിന്റെ ഒരു ഫീമെയിൽ വേർഷനാണ് ചില സമയത്ത് ഈ അനുമോളുടെ തിരിച്ചു പറച്ചില്, മനസ്സിലായോ? അതായത് ചിലരുടെ പോടാ കേൾക്കുമ്പോൾ നമുക്ക് ആ ഫൈറ്റ് കാണാൻ ഒരു രസമുണ്ട്, ഒരു രസം ഉണ്ടാവും. ഇതൊന്നും ഇല്ല. ഇതങ്ങോട്ട് ആ അനുമോള് ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞാൽ അനുമോളുടെ സൈഡിലേക്ക് നോക്കുമ്പോൾ മറ്റേ കാമായ തുറന്നു വെച്ച പോലെ ഗട്ടർ മൗത്ത് എന്നൊക്കെ പറയൂല്ലോ നമ്മൾ, അതുപോലെയാണ് ഈ ടോൺ. അങ്ങനെയാ തോന്നുന്നു, അങ്ങനെ ഇത് തോന്നുന്നുണ്ട് ശരിക്കും. അത് ജെനുവിൻ സാധനമാണത് അനുവിന്റെ, എനിക്ക് അങ്ങനെ തോന്നിയത്. നെവിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ പറച്ചല്ലോ. എന്താണെങ്കിലും അവിടെ അനുമോള് തുടങ്ങി വെച്ചത് നമ്മളിന്ന് ലൈവ് ഞാൻ കണ്ടില്ല, എപ്പിസോഡിൽ കണ്ടത് അക്ബറിന്റെ മുകളിലാണ്. ലാസ്റ്റ് പാൽസീന്റെ മുകളിലും അത് അക്ബറുമ്പോ തന്നെ റിവോൾവ് ചെയ്തിട്ടാണ് അനുമോള് ഇരിക്കുന്നത്. പിന്നെ നെവിൻ അവരൊരു സ്ഥിരം രണ്ട് കൊമ്പും വെച്ചോണ്ട് നടക്കാൻ മുന്നിൽ അക്ബറും ഈ പറഞ്ഞ അക്ബർ, ആര്യൻ, നെവിൻ ഒരു ടീമാ. അവര് കേറി, അവര് സാബുമാനും ഒരു കൂട്ടത്തിൽ എവിടെയോ ഉണ്ട്. ന്യൂട്രൽ ആയ ഒരാളാണ്. പിന്നെ ഇന്ന് അതേപോലെ ഇന്നില്ല അനീഷ് എന്തോ കാര്യം പറയാൻ പറഞ്ഞപ്പോ അനീഷിനോട് മോഹൻലാൽ എന്തോ കാര്യം പറഞ്ഞപ്പോ വെസൽ എന്ന് പറഞ്ഞോണ്ടിരുന്ന ലക്ഷ്മി. അത് മാത്രല്ല വേറെ കാര്യം ശ്രദ്ധിച്ചോ, സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കുന്നൊക്കെ പറയുമ്പോ ക്യാമറ ഫോക്കസ് ചെയ്തത് നേരെ ഷാനവാസിനെ. അനീഷ് ഉത്തരം പറയുന്നു, എല്ലാരും വിചാരിച്ചത് ഷാനവാസിനെ ആയിരിക്കും. പക്ഷെ അനീഷിന് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സാധനം അല്ലെങ്കിൽ എന്തോ സാധനം എവിടെ ഷാനവാസിനുള്ളതുകൊണ്ട് നേരെ ആരെ തലയിൽ കൊടുത്തിട്ട്. ഇന്നൊക്കെ അനീഷ് പറഞ്ഞ കാര്യം ഒരു പോയിന്റ് വാലിഡ് ആയിട്ട് തോന്നി. ജയിലിൽ 3 വട്ടം പോയി പറഞ്ഞു. ഇതിനേക്കാളും മോശമായിട്ട് പറയുന്ന ആൾക്കാരൊന്നും ജയിലിലേക്ക് വിട്ടിട്ടില്ല. അല്ല, നീ മോശം വർത്താനത്തിന് മുകളിലല്ലോ. ടാസ്ക് മോശമാക്കിട്ട് ഒരാഴ്ചയിൽ ഒരു വ്യക്തി ചെയ്ത പ്രകടനവും അയാളുടെ ആറ്റിറ്റ്യൂഡിലും പ്രകടനത്തിലും ഒരാളെ ചീത്ത വിളിക്കുന്ന മോശപ്പെട്ട രീതി സംസാരിച്ചാലും ജയിലിലാക്കാം. അത് ആർക്കും തോന്നിയിട്ടില്ല ഇതുവരെ. എന്തായാലും പറയാത്ത അതിനേക്കാൾ കൂടുതൽ വെറുപ്പിക്കലാണ് അയാൾ. എന്താ ഇപ്പൊ നമ്മൾ കണ്ടില്ല അനീഷ് വെറുപ്പിക്കൽ എന്താണുള്ളത്? നമുക്ക് തോന്നണില്ലാന്ന്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ജിന്റെ വീടിനകത്ത് വെറുപ്പിക്കുന്ന പറയുമ്പോ നിങ്ങൾക്ക് പുറത്തുനിന്ന് തോന്നിയപ്പോ തോന്നിയില്ലല്ലോ. പക്ഷെ നമുക്കത് വൻ വെറുപ്പിക്കില്ല ഇത് വീടിനകത്ത്. അതത്രേ ഉള്ളൂ. അത് അങ്ങനെ കണ്ടാൽ മതി. കാരണം നമ്മൾ കാണാത്ത എത്രയോ കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നു. എല്ലാം നമ്മളവര് കാണിക്കുന്നുണ്ടോ? അല്ല, ലക്ഷ്മി ഒക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇന്ന വെടി പൊടി വിളിക്കുന്നൊക്കെ കണ്ടിട്ട് അതൊക്കെ ഫോക്കസ് ചെയ്തിട്ട് പറഞ്ഞുകൂടെ? അതൊന്നും പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. മുകളിൽ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടാവും. അതുകൊണ്ടുള്ള മെജോറിറ്റി ആളുകൾ വോട്ട് ചെയ്ത് 3 ആഴ്ചയും പിടിച്ച് അകത്തിട്ടത്. അങ്ങനെ വരാലോ. അങ്ങനത്തെ ഒരു സ്കീമും കാണുമായിരിക്കും അതിനകത്ത്. അപ്പൊ എന്താണെങ്കിലും ബിന്നി ഔട്ടായിരിക്കുന്നു അല്ലേ? വരും ദിവസങ്ങളിൽ പ്രമോന്റെ അത് മറ്റേ സാധനം കയറ് പിടിച്ചിട്ട് അടിപൊളി കിണ്ണം ടാസ്ക് ആണ്. എൻഡ്യൂറൻസ് ആണ് അത്. കുറച്ച് എൻഡ്യൂറൻസ് ഒക്കെ ഉണ്ട്. കുറച്ചു നേരം പോകും. അനുമോളുടെ വായന്ന് പലതും കേൾക്കും എപ്പിസോഡില്. ഇന്ന് രാവിലെ ഒക്കെ ആയിട്ട് പല ബോംബുകളും പൊട്ടുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറെ ക്ലൂ എല്ലാവർക്കും കിട്ടി. കളി ഇങ്ങനെ മാറ്റി കളിക്കണം. കാരണം ടോപ്പ് 10 ആയി. എങ്ങനെ ഇനി വരുന്ന ആഴ്ച ആര് പോകുന്നുണ്ട്? ഇനി വരുന്ന ആഴ്ച ഇനി സാബുമോൻ പോകും. ഇനി സാബുമോൻ നിക്കില്ല. സാബുമാൻ നിക്കില്ല. ഇനി സാബുമാൻ ചാടും. ലക്ഷ്മിയോ സാബുമാനോ ഒരാൾ ചാടും ഇനി, എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അക്ബറിന് വോട്ടില്ല. അക്ബറിന് വോട്ട് വളരെ കുറവാ. മേ ബി ഒരു സർപ്രൈസ് എവിക്ഷൻ പോലെ ചിലപ്പോൾ അക്ബർ ചാടിയാലും ചാടും വോട്ടില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ അക്ബറിന് മറ്റേ ടിക്കറ്റ് ഫിനാലെ കിട്ടണം. അറിയില്ല. ഇനി എന്തൊക്കെ ടാസ്ക് കോടതി വന്നിട്ടില്ല. അതുപോലെ ഇവർക്ക് കളിക്കാനുള്ള ഒരു കളിയും വന്നിട്ടില്ല. അല്ല, കോടതി കളിക്കാൻ വിട്ടാലും കാര്യമില്ലേ. പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ടി വരും. കോടതി ഇവരോട് കളിപ്പിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ടി വരും. വന്നില്ല. ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് ഒരാളെ എല്ലാരും വന്നില്ല. ഇനി വേറെ വരാനുള്ള സ്ഥിരം വന്ന എല്ലാരും വന്നു. വിശ്വേത ചേച്ചി വന്നിട്ടില്ല.
സ്ഥിരം വന്ന കൂട്ടി രജിത് കുമാർ വന്നിട്ടില്ല, റോബി അത് വന്നിട്ടില്ല. അത് കഴിഞ്ഞ അല്ല ഇതൊക്കെ സ്ഥിരം വന്നു പോകുന്ന ആൾക്കാരാണ്, അതായത് ഒരു വട്ടം വന്നു പോയ ആൾക്കാരാണ് ഇവരൊക്കെ. അങ്ങനെ എനിക്ക് തോന്നുന്ന ലക്ഷ്മി സാബുമാൻ പോവോ? സാബുമാൻ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച ജയിക്കും, സാബുമാൻ തുടരുന്നാണ് എനിക്ക് സാബുമാൻ തോന്നുന്നത്. കപ്പെടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല, ഇനി അതുവരെ സാബുമാൻ ടോപ്പിലോ കണ്ടോ? അടിപൊളി. ഇനി അതല്ല ഇതിലെ ട്വിസ്റ്റ്. ഇത്രയും ദിവസം PR വോട്ട് മറിച്ച് ജിഷിനി, അഭിലാഷി, മറ്റേ ഒനീലിനൊക്കെ പുറത്താക്കി, എല്ലാരും പുറത്താക്കി വെച്ച് ലാസ്റ്റ് സാബുമാൻ എന്ത് ചെയ്തില്ല, എല്ലാവർക്കും കൂടി പണി കൊടുത്തു. ഇപ്പൊ സാബുമാൻ ഇപ്പൊ ജെനുവിൻ ആൾക്കാരായി. PR ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ചില കൾട്ട് ഫാൻസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. കൾട്ട് ഫാൻസ് ഞാൻ പറയുന്നില്ല, ഇള്ള നേരം സാബുമാന് വേണ്ടി പോസ്റ്ററും ഇറക്കി ആ 2-3 ആഴ്ച ആ ചെങ്ങായിക്ക് നോട്ടടിച്ചുള്ള വോട്ടും വോട്ടും മറിച്ച് ലാസ്റ്റ് ഇപ്പൊ പറയാ കൾട്ട് ഫാൻസ്. ഇപ്പൊ എന്തായി ലാസ്റ്റ് എല്ലാവർക്കും അടിച്ചു തരും. എന്താന്ന് അറിയോ, സാബുമാൻ മോളെ അവസാനം ലാസ്റ്റ് ആ മറ്റേ ടിക്കറ്റ് ഫിനാലിൽ വൻ പെർഫോം ചെയ്ത് എല്ലാരും കൂടി സാബുമാനാണ് സൂപ്പർ ആക്കുമ്പോ അനീഷും പോയി, ഇതുവരാ പൊട്ടനും പോയി, ചട്ടനും പോയി, വോട്ടും കിട്ടി, അയലസാന്ന് പറഞ്ഞ പോക്കുണ്ടാവും സാബുമാൻ. അതുവരെ ഇതുണ്ടാവും. ഷാനവാസ് എപ്പോ സേവ് ആയി ഇതുവരെ എല്ലാ സമയത്തും സേവ് ആയി വരുമ്പോ സാബുമാനെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാനോ അല്ല ഇന്ന് പൊട്ടിന് ഭൂതം പറഞ്ഞിട്ട് പോലും മനസ്സിലായി. ലാലേട്ടൻ എനിക്ക് ഭൂതത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കുമ്പോ നീ ചെയ്ത ക്യാരക്ടർ ഇല്ല ലാലേട്ടൻ എനിക്ക് ഭൂതത്തിൽ വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു. ക്യാരക്ടർ ഭൂതാണ് ഉദ്ദേശിച്ചത്, ആ ഭൂതത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നീ സേവ് ആയത് കാണിക്കാൻ വേണ്ടിട്ടാണ്. പൊട്ടൻ ഞാൻ ഭൂതം ഹിറ്റ് ചെയ്താണല്ലോ. കൊള്ളാം. അതെ. ആളെ